നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് അഭിനയകലയിൽ നൈപുണ്യം നേടിയ വ്യക്തി, അതിലുപരി ഒരു മെക്സിക്കൻ അപാരത എന്ന ഏറ്റവും പുതിയ ചിത്രത്തിൽ വഴിത്തിരിവായ ഒരു ഗാനരംഗത്തിൽ പ്രധാന വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട നടൻ സജീവ് നമ്പ്യാർ. സ്വാഗതം ചെയ്യുന്നു സജീവ് സാർ. ഒരു മെക്സിക്കൻ അപാരത എന്ന ടൈറ്റിലോടുകൂടി ഇറങ്ങി ഏകദേശം യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും പ്രേക്ഷകർ കണ്ടുവന്നിരിക്കുന്ന ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അത് വെറും ഒരു ഗാനരംഗമല്ല, ഒരു അധികൃത വർഗത്തിനെതിരെയുള്ള ആഞ്ഞടിക്കൽ ശക്തമായി അങ്ങനെ ഒരു യമാന്മാരെയും തുടങ്ങുന്ന ഗാനരംഗത്തിലൂടെയാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതിനു മുമ്പും ചലച്ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു യുവാക്കൾ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ ഗാനം. അതിനെക്കുറിച്ച്, ആ ഒരു ഗാനരംഗത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അത് വളരെ അവിചാരിതമായിട്ട് എനിക്ക് വന്നുവിടുന്ന ഒരു സാധ്യതയായിരുന്നു ആ ഗാനരംഗത്തിൽ അഭിനയിക്കാനുള്ളത്. ഒരു ദിവസം അനൂപ് കണ്ണൻ എന്നെ വിളിക്കുകയാണ്. അനൂപ് കണ്ണൻ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു നാളെയാണ് ഷൂട്ട്, സജീവിനൊരു ഗാനരംഗത്തിൽ അഭിനയിക്കാനായിട്ട് പറ്റുമോ മെക്സിക്കൻ അപാരതയിൽ എന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെയും നമുക്കൊരു ആക്ടിങ് സ്കൂളുണ്ട്, അവിടെ ക്ലാസ്സുകൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പരമാവധി എൻ്റെ സ്റ്റുഡൻസിന് അഭിനയിക്കാനുള്ള ശേഷി അപ്പം തന്നെ ടോമും വിളിച്ചിരുന്നു. ടോമിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ടോം ഇമ്മട്ടി ഇതിൻ്റെ ഡയറക്ടറാണ്, ടോം ഇതിൽ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്, ഞാൻ അവരെ നമുക്ക് നോക്കാം, കാസ്റ്റ് ചെയ്യാം. അപ്പോൾ രണ്ടുപേരും പറഞ്ഞു, ടോമും പറഞ്ഞു അനൂപും പറഞ്ഞു, അല്ല സജീവിനെയാണ് ഇതിലേക്ക് വേണ്ടത്, ഞങ്ങൾ സജീവിനെയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ശ്രമിച്ചു നോക്കാം, എന്താണ് എന്നൊന്നും അറിയില്ല. അതിനുശേഷം രാത്രിയിൽ ടോം എനിക്ക് പാട്ട് അയച്ചു തന്നു വാട്സാപ്പിൽ, ഇതാണ് പാട്ട് എന്ന് പറഞ്ഞിട്ട്. പാട്ട് കേട്ടപ്പോൾ നമുക്ക് വളരെ ഇഷ്ടമായി. കാരണം ഈ പാട്ട് എന്നെ ഓർമ്മപ്പെടുത്തിയത് എൻ്റെ തന്നെ ചെറുപ്പകാലത്തെയാണ്. ഒരു യുവാവായിരിക്കുന്ന നമ്മുടെ ആ ഒരു സമയത്ത് പഠനത്തിൻ്റെയും അല്ലാന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ ജീവിതം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളൊക്കെ പാടി നടന്നിരുന്ന ഒരുപാട് വിപ്ലവ ഗാനങ്ങളുണ്ട്. ആ വിപ്ലവ ഗാനങ്ങളുടെ ആ ശ്രേണിയിൽ അതിനേക്കാൾ വല്ലാതെ ഈ ഒരു പ്രതിഷേധത്തിൻ്റെ, വലിയൊരു പ്രതിരോധത്തിൻ്റെ ഗാനമായിട്ട് അതിൻ്റെ ഒരു ഇമ്പമുള്ളൊരു ഗാനം. അപ്പോൾ അതെനിക്ക് ഇഷ്ടമായി. അന്ന് തന്നെ പഠിച്ചെടുക്കാൻ എനിക്ക് അപ്പോഴും ഒരു ഉറപ്പുണ്ടായിരുന്നില്ല, ഇത് ഞാൻ തന്നെ ചെയ്യുമോ അല്ലെങ്കിൽ എന്താണ് വേണ്ടത്, മറ്റാരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കണോ എന്നൊക്കെയുള്ളൊരു ധാരണയിലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഏകദേശം ഷൂട്ട് തുടങ്ങാറാവുന്ന സമയത്താണ് വീണ്ടും അനൂപ് വിളിക്കുന്നത്, സജീവ് ഞങ്ങളിവിടെ ഉണ്ട്, എത്തണം എന്ന് പറഞ്ഞിട്ട്. ശരി, അങ്ങനെ എത്തി. ഷൂട്ട് അപ്പോഴും എനിക്ക് വരികൾ ബൈഹാർട്ടല്ലായിരുന്നു. കാരണം ഇതൊരു പല ഷോർട്സ് ആയിട്ട് ത്രൂ ഔട്ട് ഈ ഗാനം മൊത്തം പ്ലേ ചെയ്യുകയും പല ഷോർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടല്ല ചെയ്തത്. ഒരു ഗാനം മുഴുവനായിട്ടും ഓരോ ഷോർട്സ് ആയിട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിന്റെ വരികൾ മുറിച്ചുകൊണ്ട് പാടി എടുക്കാൻ എനിക്ക് സാധ്യമല്ല. ആദ്യം മുതൽ അവസാനം വരെയും ഈ വരികൾ പഠിക്കണം, കാണാതെ അങ്ങ് പാടണം. അപ്പൊ അത് പഠിച്ചെടുക്കൽ എന്ന് പറയുന്നത് അതും വളരെ ചെറിയ സമയമേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ എനിക്കിത് പഠിച്ചെടുക്കുക, അതായിരുന്നു അതിലത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്, പഠിച്ചെടുത്ത് പാടണം. പക്ഷെ എങ്കിലും നമുക്ക് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഒന്ന് ഇത്തരം ഗാനങ്ങളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും എനിക്ക് പാട്ട് എൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയും കൂടിയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റി. അങ്ങനെയാണ് അതിൽ അഭിനയിക്കാനായിട്ട് സാധിച്ചത്. ഈ മെക്സിക്കൻ അപാരത എന്ന ചിത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് സംവിധായകരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ്. അനൂപ് കണ്ണൻ നിർമ്മിച്ചിരിക്കുന്നു, ജൂഡാനി തിരക്കഥ, സംവിധായകൻ ടോമിൻ്റെ, അതുപോലെ തന്നെ രൂപേഷ് പീതാംബരൻ ഒരു പ്രതിനായകനെ വേഷം ചെയ്യുന്നു. അപ്പം ഇത്തരത്തിലൊരു കൂട്ടായ്മയിൽ ഒരു നല്ലൊരു സംഭവം ഇങ്ങനെ ചെയ്യാൻ പറ്റിയതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് അതിലുപരി ഈ ഒരു ഗാനം അധികം പ്രശ്നങ്ങൾ ഉളവാക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ? ഇത് കണ്ട് പലർക്കും ഒരു ഒരു കൊട്ടായിട്ട് ഈ ഗാനം പോകുന്നുണ്ട്. അപ്പം ആ ഒരു വെല്ലുവിളിയെക്കുറിച്ചൊന്ന് പറയും. ഈ സമയത്ത് ഒന്ന് ഈ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത് വലിയൊരു സന്തോഷമായിരുന്നു. അനൂപ് നമ്മുടെ വളരെ അടുത്തൊരു സുഹൃത്താണ്. ടോമെ വളരെ വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു സുഹൃത്താണ്. അതുപോലെ പ്രകാശ്, അതിൻ്റെ ക്യാമറാമാനായിരുന്ന പ്രകാശ്, എൻ്റെ അത്രയും ചെറുപ്പകാലം മുതലുള്ള ഒരു സുഹൃത്താണ് പ്രകാശ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ക്രൂ, ടെക്നിക്കലായിട്ടുള്ളതും ഒക്കെ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ നമ്മുടെ നല്ല സൗഹൃദ വൃന്ദമാണ്. പിന്നെ അഭിനയിക്കുന്നവരാവട്ടെ നമ്മുടെ ടൊവിനോ, അങ്ങനെ എല്ലാവരും തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിലായിരുന്നു. പിന്നെ അതുപോലെ ഹരീഷ് പാരഡി ഉണ്ടായിരുന്നു, അതിൽ ഒരു സീനിൽ ആക്ട് ചെയ്യാനായിട്ട് ഹരീഷ് ഉണ്ടായിരുന്നു. എല്ലാവരും നമ്മുടെ സൗഹൃദ വൃന്ദമായിരുന്നു ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്, അതിൻ്റെ പുറകിലുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക. അതുപോലെ രൂപേഷ്. അപ്പോൾ
ഈ ഒരു ടീമിനോടൊപ്പം നിൽക്കാനും അവരുടെ ഒരു ടീമിലൂടെ എൻ്റെ ഒരു പക്ഷേ ഞാൻ ആദ്യം അഭിനയിച്ചിട്ടുള്ളത് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ആയിരുന്ന മോഹനേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടത്തിലാണ് ഞാൻ ആദ്യം സ്റ്റാൻഡേർഡ് TD ദാസൻ സ്റ്റാൻഡേർഡ് ചെയ്തത്. അതും ഞാൻ അവിടെ ഒരു ട്രെയിനിങ്ങിന് പോയിട്ട് പിന്നെ മോഹനേട്ടൻ പറയാണ് ഇതിലിങ്ങനെ ഒരു വേഷമുണ്ട്, ബിജു മേനോനോടൊപ്പം നിൽക്കുന്നൊരു ചെറിയൊരു വേഷമാണ്, ചെയ്യാൻ പറ്റുമോ സജീവ്, അങ്ങനെ ചെയ്തതാണ്. ഒരിക്കലും നമ്മൾ അന്വേഷിച്ച് പോയി അങ്ങനെ ഒരു രീതി ഒരിക്കലും ഞാൻ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇതും അതുപോലെ തന്നെ വന്നു ചേർന്ന ഒരു അവസരമാണ്. അപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ ഈ പ്രത്യേക ഗാനം അത് പാടാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിലുള്ള പല വരികളും ശരിക്കും നമ്മളൊക്കെ ഞാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ പ്രബലമായിട്ടുള്ള പിന്താങ്ങുന്ന ഒരു ഗാനമായിരുന്നു അത്. അപ്പോൾ ഒപ്പം തന്നെ ഈ ഫാസിസത്തിൻ്റെ വലിയ ഒരു വല്ലാത്ത ഒരു ആധിപത്യം വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഫാസിസത്തിനെതിരായിട്ട് നമുക്ക് ആളുകൾ കേൾക്കുന്ന, ലക്ഷക്കണക്കിന് ആളുകൾ പാടി നടക്കുന്ന ഒരു പാട്ടായിട്ട് മാറി. ആ പാട്ടിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. അതിൻ്റെ വെല്ലുവിളികൾ, തുടർന്നുള്ള അതിൻ്റെ പ്രതികരണങ്ങൾ എത്തരത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു? പ്രതികരണങ്ങളുണ്ട്. നമ്മൾ അറിയാവുന്നവർ ഒക്കെ തന്നെ, നമ്മളെ നേരിട്ടറിയാവുന്നവരൊക്കെ തന്നെ വിളിക്കുന്നുണ്ട്. വളരെ സന്തോഷം. അതിനകത്ത് വരികൾ തന്നെ താടി വെക്കും, മീശ വെക്കും, യമാന്മാരെ, അങ്ങനെ ഒരു ശരിയാണ്. ഞാനും അപ്പോൾ ഈ എൻ്റെ ഒരു ഐഡിയോളജി തന്നെയാണ്, ഞങ്ങൾ താടി വളർത്തും മീശ വളർത്തും എന്ന് പറയുന്നത്, മുട്ടോളം മുട്ടറ്റം മുടിയും വളർത്തും എന്ന് പറയുമ്പോൾ അതൊക്കെ ഓരോ മനുഷ്യന്റെ ഇഷ്ടങ്ങളല്ലേ, ആഗ്രഹങ്ങളല്ലേ, സ്വാതന്ത്ര്യങ്ങളല്ലേ. ആ സ്വാതന്ത്ര്യം പോലും ഇല്ലാതാക്കപ്പെടുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ സിനിമയിൽ തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ പാട്ട് പാടേണ്ടി വരുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത്. ഒരു മുടി മുറിക്കേണ്ട ഒരവസ്ഥയിൽ പോലീസ് ഇടപെടുന്ന ഒരു കാര്യത്തിലാണ്. അപ്പോൾ ഇത്തരം അവസ്ഥകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം അല്പം കൂടുതലായിട്ട് നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തം ഫാസിസത്തിൻ്റെ ഒരു വല്ലാത്തൊരു ഭീതിതമായ അന്തരീക്ഷം ഇന്ത്യ മുഴുവനും നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഗാനമാണ്. അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഗുരുവായൂരുള്ളൊരു സുഹൃത്താണ്, രഞ്ജിത്ത് ചിറ്റാടി. അപ്പോൾ അതും ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. രണ്ടുപേരും അത് പ്രഷർക്കായിട്ടൊന്ന് പാടിയാൽ നന്നായിരുന്നു. ഏമാമാരെ ഏമാമാരെ ഞങ്ങളുമുണ്ട് ഇവന്റെ കൂടെ, ഞങ്ങളുമുണ്ട് ഇവന്റെ കൂടെ. ഏമാമാരെ ഏമാമാരെ ഞങ്ങളുമുണ്ട് ഇവന്റെ കൂടെ, ഞങ്ങളുമുണ്ട് ഇവന്റെ കൂടെ. ഞങ്ങൾ റോട്ടിൽ ഇറങ്ങി നടക്കും, ഞങ്ങൾ പാടത്തിരുന്നു ചിരിക്കും, ഞങ്ങൾ പെരുമഴയത്തു നനയും, പാതിര മഞ്ഞത്തിറങ്ങി നടക്കും. ഞങ്ങൾ താടി വളർത്തും മീശ വളർത്തും, മുട്ടോളം മുട്ടറ്റം മുടിയും വളർത്തും. താടി വളർത്തും മീശ വളർത്തും, മുട്ടോളം മുട്ടറ്റം മുടിയും വളർത്തും. ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളതു ചെയ്യും, അത് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളതു ചെയ്യും. ഞങ്ങളുടെ മേലിലെ രോമവും നിങ്ങൾക്കു തീരെഴുതി തരണോ ഏമാനെ, ഞങ്ങളുടെ മേലിലെ രോമവും നിങ്ങൾക്കു തീരെഴുതി തരണോ ഏമാനെ. അപ്പനപ്പൂപ്പന്മാർ വെട്ടിയ റോഡു നിനക്കെഴുതി തരണോ ഏമാനെ, അപ്പനപ്പൂപ്പന്മാർ വെട്ടിയ റോഡു നിനക്കെഴുതി തരണോ ഏമാനെ. വെള്ള പുതച്ചു നടക്കണ കോലങ്ങൾ കോടികൾ കട്ടാലെന്താ, വെള്ള പുതച്ചു നടക്കണ കോലങ്ങൾ കോടികൾ കട്ടാലെന്താ. നേരം പോക്കെന്ന പോൽ കേറി ഇറങ്ങുവാൻ ഞങ്ങളുടെ നെഞ്ചുണ്ടല്ലോ, നേരം പോക്കെന്ന പോൽ കേറി ഇറങ്ങുവാൻ ഞങ്ങളുടെ നെഞ്ചുണ്ടല്ലോ. നിന്റെ അറക്കണ കയ്യിലിരിക്കണ ഫാസിസക്കോലുണ്ടല്ലോ, നിന്റെ അറക്കണ കയ്യിലിരിക്കണ ഫാസിസക്കോലുണ്ടല്ലോ. അത് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം തല്ലിക്കെടുത്താനല്ല, അത് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം തല്ലിക്കെടുത്താനല്ല. ഇത് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ റോഡ് ഞങ്ങളുടെ പൂവരമ്പ്, ഇത് ഞങ്ങളുടെ റോഡ് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ പൂവരമ്പ്. ഇതിലെ
ഇതിലെങ്ങനെ എങ്ങനെ എങ്ങനെ പോണം എന്നു ഞങ്ങൾക്കറിയാം. ഇതിലെങ്ങനെ എങ്ങനെ എങ്ങനെ പോണം എന്നു ഞങ്ങൾക്കറിയാം. ഞങ്ങൾ താടി വളർത്തും, മീശ വളർത്തും, മുട്ടോളം മുട്ടറ്റം മുടിയും വളർത്തും. താടി വളർത്തും, മീശ വളർത്തും, മുട്ടോളം മുട്ടറ്റം മുടിയും വളർത്തും. ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളതു ചെയ്യും. അത് ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളതു ചെയ്യും. ഏതായാലും മേലധികാരികളോട് ചോദ്യം, അതിനുത്തരം എല്ലാം ഈ വരികൾ കഷ്ടമാണ് അല്ലേ? തീർച്ചയായിട്ടും പലപ്പോഴും ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ നാട് തൃശ്ശൂരാണ്, ചാഴൂർ പഞ്ചായത്തിലാണ്. അപ്പോൾ പുള്ള് എന്ന് പറഞ്ഞുള്ള മനോഹരമായിട്ടുള്ള ഒരു പാടശേഖര പ്രദേശം ഞങ്ങളെപ്പോഴും വന്ന് ഈവനിങ്ങിലൊക്കെ സൂര്യാസ്തമയം നോക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളവിടെ വെറുതെ ഇരിക്കുന്നു, വളരെ സുന്ദരമായിട്ട് ചില സ്വപ്നങ്ങളൊക്കെ കണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച്, സാഹിത്യം സംസാരിച്ച് ഇരിക്കുന്ന സമയത്ത് പോലീസ് വരും, ജീപ്പ് നിർത്തും. എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? പോടാ. ഒരു തവണ അടി പോലും കിട്ടിയിട്ടുണ്ട് പോലീസിൻ്റെ കയ്യിൽ നിന്ന്. വെറുതെ അവിടെ ഇരുന്നതിന്. നമ്മൾ ഒരു തരത്തിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളല്ല. ആ ഒരു അനുഭവങ്ങളാണ്. അത്തരം പല അനുഭവങ്ങളും ഒരുപക്ഷെ ഇതൊക്കെ ഇങ്ങനെ പാടുമ്പോൾ നമുക്കതൊരു പ്രൊട്ടസ്റ്റിൻ്റെ ഒരു സാധ്യതയാണ്. ഗാനങ്ങളൊക്കെ തന്നെ ലോകത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള ആയുധമായിട്ട്, ഫാസിസത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ അധികാരികൾക്ക് എതിരായിട്ടുള്ള ഒരു ആയുധമായിട്ട് സംഗീതം മാറിയിട്ടുണ്ട് ലോകം മുഴുവൻ തന്നെ. അതിൻ്റെ ഒരു ശൈലിയാണ് ഈ ഗാനം എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ നമുക്കറിയാം ഓരോ ഇപ്പം കോളേജുകളിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ അറിയാം. എത്രമാത്രം പീഡനങ്ങളാണ് കുട്ടികളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പഠനത്തിൻ്റെ പേരിൽ. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ഒരു സംഗീതമായിട്ട് ഈ മെക്സിക്കൻ അപാരതയിലെ ഗാനം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുണ്ട്. അതിലുപരി സജീവ് നമ്പ്യത്ത് എന്ന വ്യക്തി ഒരു ആക്ടിംഗ് മോഡുലേഷൻ ചെയ്ത് കുട്ടികളെ അവർക്ക് വേണ്ടിയിട്ടുള്ള അഭിനയത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. അതിലെന്ന് വെച്ചാൽ ഒരു നാട്യശാസ്ത്രം, നാട്യകല. ഇപ്പം ലോകധർമ്മി പല പല ഗ്രൂപ്പുകളായിട്ട് തരഞ്ഞിട്ടുണ്ട്. നാടകത്തിൽ തന്നെ പല പല സെക്ഷനുമുണ്ട് അല്ലേ? അമേച്ചറെന്നും പ്രൊഫഷണലെന്നും പല രീതിയിലുള്ള തരംതിരിവുമുണ്ട്. ആ ഒരു രീതിയിൽ ഈ ഒരു കാഴ്ചപ്പാട് എങ്ങനെ കുട്ടികളെ എങ്ങനെ മുതിർന്നവരും ഒരു പല പ്രായഭേദനയുള്ളവർക്കാണ് ടീച്ചിങ് നടത്തുന്നത് ഇതിലേക്ക്, ആ ഒരു മൈൻഡ് എങ്ങനെ ഇതിലേക്ക് അങ്ങനെ ചെയ്യണം എന്നൊരു മോട്ടീവാണ്? ഞാൻ ഒരുപാട് കാലമായിട്ട്, ഞാൻ ഏകദേശം എൻ്റെ ഒരു 18ാമത്തെ വയസ്സ് കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായിട്ടും അഭിനയത്തിലേക്ക് മാത്രം ഇറങ്ങി തിരിച്ച ആളാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നുപോയ എൻ്റെ അനുഭവങ്ങളുണ്ട്. ഞാൻ ഒരു ഫോർട്ട് ഫൗണ്ടേഷൻ്റെ ഒരു തിയേറ്റർ പ്രൊജക്റ്റിൽ ആയിരുന്നു ഞാൻ ഇതിൻ്റെ റിസർച്ച് നടത്തിക്കൊണ്ടിരുന്നത്. എൻ്റെ പഠനം തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിലൊരു 12 ഗ്രൂപ്പുകൾ, ഏറ്റവും അറിയപ്പെടുന്ന ഇന്ത്യയിലത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള സംവിധായകരോടൊപ്പം അവരുടെ സ്ഥലത്ത് പോയിട്ട്, ജമ്മു കാശ്മീരിൽ ബൽവന്ത് താക്കൂർ, അതുപോലെ ഹാർട്ട്മാൻ ഡിസൂസ ഗോവയിൽ, നമ്മുടെ ബെൻസി കൗൾ, നീലമ്മാൻ സിംഗ് ചൗധരി, രുദ്രപ്രസാദ് സെൻഗുപ്ത, കൂത്തുപെട്ടയിലെ മുത്തുസ്വാമി, ഇങ്ങനെയുള്ള നിരവധി സംവിധായകരോടൊപ്പം നിൽക്കാനും അവരോടൊപ്പം ആ ഒരു അഭിനയത്തിൻ്റെ പാഠങ്ങൾ പഠിച്ച് അറിയാനും കഴിഞ്ഞ ഒരു നീണ്ട കാലഘട്ടമുണ്ട് അങ്ങനെ. അപ്പോൾ അത്രയും വർഷങ്ങളോളം ഞാൻ ഇതിൽ മാത്രമായിരുന്നു. എവിടേക്കും പുറത്തേക്ക് നാടകങ്ങൾ ചെയ്യാറുണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരി മറ്റൊന്നും തന്നെ ഇല്ല. ഞാനിതിൽ അടയിരിക്കുകയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കലയിൽ അടയിരിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ അനുഭവങ്ങളെ ഇനി എനിക്ക് ചെയ്യാനുള്ളത്, എനിക്ക് തോന്നി ഒരുപാട് ആളുകളിലേക്ക് ഇത് പകരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നി. പ്രത്യേകിച്ചും നമ്മുടെ മലയാളം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള അഭിനയത്തിൽ കൊടുമുടിയിലെത്തിയ നടന്മാരുണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിന് കാരണമുണ്ട്. നമ്മുടെ നാടിൻ്റെ പൈതൃകം തന്നെയാണ് അതിൻ്റെ കാരണം. ഒരു സംസ്കാരം, ഈ സംസ്കാരത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള നടന്മാർ, അല്ലെങ്കിൽ നാടകം പോലെയുള്ള വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കലയിലൂടെ ഉയരത്തിലേക്ക് വന്നിട്ടുള്ള ആളുകൾ, ഇപ്പോൾ തിലകനാവട്ടെ, നെടുമുടി വേണു ആവട്ടെ, മുരളിച്ചേട്ടനാവട്ടെ, അങ്ങനെയുള്ള ഗോപി, അങ്ങനെയുള്ള ഭരത് ഗോപിയെ പോലെ അതുപോലെയുള്ള എത്രയോ മഹാന്മാരായിട്ടുള്ള നടന്മാർ ഉയർന്നു വന്നതൊക്കെ തന്നെ അത്രയും അടിത്തറയിൽ നിന്നുമാണ് നാടകത്തിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് അവർ സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയത്തിലേക്ക് എത്തിയപ്പോൾ ഇതിൻ്റെ മാറ്റം എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുകയും ഈ നാടകവും സിനിമയും തമ്മിലുള്ള വേർതിരിവിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയതുകൊണ്ട് അവർക്ക് ഈ മീഡിയത്തിലും ഏറ്റവും വലിയ ആക്ടേഴ്സായിട്ട് മാറാൻ പറ്റി.
അപ്പോൾ എനിക്ക് തോന്നി ഇത് തീർച്ചയായിട്ടും അങ്ങനെ ഒരുക്കിയെടുക്കാൻ കഴിയും. കാരണം ഇന്ന് വളരെ ശാസ്ത്രീയമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ആക്ടർ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ കുറവാണ്. പലരും പലതരത്തിൽ കബളിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. ഒരു സിനിമ എന്ന് പറയുന്നത് എന്ത് തന്നെയായി കഴിഞ്ഞാലും അതൊരു മൂലധനത്തിൻ്റെ കൂടി കാര്യമുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും ആളുകൾ പൈസ തന്നു കഴിഞ്ഞാൽ അഭിനയിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കടന്നുകൊണ്ട് നിങ്ങൾക്ക് നടനാവണമെന്ന് ആഗ്രഹമുണ്ടോ, നടിയാവണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ സിസ്റ്റത്തെ ഒന്ന് ഫോളോ ചെയ്യൂ. നിങ്ങൾക്ക് എന്താ ആവാൻ ആഗ്രഹിക്കുന്നു അത് പഠിക്കൂ. ആദ്യം എന്താണെന്ന് അഭിനയം പഠിക്കുക എന്ന് പറയുന്നതിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയാം, അഭിനയം പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. കാരണം അഭിനയം പഠിപ്പിക്കുന്നതിനേക്കാളുപരി കണ്ടെടുക്കേണ്ടതാണ്, അവനവനിലുള്ളതാണ്. എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു സാധ്യതയാണ് അഭിനയിക്കാനുള്ള കഴിവ്. ഒരു മനുഷ്യനാണെങ്കിൽ അവനിൽ നൈസർഗികമായി തന്നെ അവൻ്റെ ജീനുകളിൽ കോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അഭിനയിക്കാനുള്ളത്. കാരണം അല്ലെങ്കിൽ അവന് ജീവിച്ചിരിക്കാൻ പറ്റില്ല ഇവിടെ. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ ജീവൻ നിലനിൽക്കാൻ തന്നെ കാരണമായിട്ടുള്ളത് അവന് ഈ സമൂഹത്തെ കണ്ടറിയുകയും അതിനെ നോക്കി എങ്ങനെയാണ് അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് അവൻ്റെ ജീവൻ നിലനിർത്താനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവൻ പഠിച്ചത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള പാഠം അവനിലുണ്ട് അഭിനയത്തിൻ്റെ. പക്ഷെ എവിടെയൊക്കെയോ നമ്മൾ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ എവിടെയോ അത് മുറിഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ഡിസ്കണക്റ്റഡ് ആയിട്ട് നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ട് ഡിസ്കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അഭിനയവും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതിനെ വീണ്ടും കണ്ടെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ബോഡിയിലൂടെ, ഫ്രീ ആയിട്ടുള്ള ഒരു മൈൻഡിലൂടെ അവരുടെ കഥാപാത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ളൊരു സാധ്യതയാണ് നമ്മളിവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒപ്പം തന്നെ അതിനേക്കാളൊക്കെ ഉപരി കൂടുതൽ നല്ല മനുഷ്യരാവുക എന്നുള്ളത്, നല്ല നടനാവുക എന്നുള്ളതിൻ്റെ ആദ്യത്തെ കാര്യം വേണ്ടതെന്നാണ് ഞാൻ പറയുക. കാരണം അതൊന്നും ഒരു നല്ല മനുഷ്യനാവാതെ, നല്ല മനുഷ്യത്വമുള്ളവരാവാതെ, അല്ലെങ്കിൽ സഹജീവികളോട് പ്രകൃതിയോട് ഒക്കെ സ്നേഹമില്ലാത്തവനായിട്ട് എന്തൊക്കെ ആയിട്ടും കാര്യമില്ല. അവനവനിൽ മാത്രം നിന്ന് ജീവിക്കുക എന്നുള്ള, അല്ലെങ്കിൽ അവനവൻ്റെ വളർച്ച മാത്രം ലക്ഷ്യമാക്കുക എന്നുള്ളതിലുപരി ഇതെൻ്റെ ചുറ്റുപാടിനെ നോക്കിക്കൊണ്ട് അവരോടൊപ്പം ഞാനും വളരുക എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് വളർത്താനായിട്ടുള്ള മാനസികമായിട്ടുള്ള അത്തരം ഒരു ചിന്തകളിലേക്കും കൊണ്ടുപോകാൻ നമ്മളിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഒരു പക്ഷേ ഞാൻ ഈ ലോകത്തിന് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ എന്തെങ്കിലും പകർന്നു കൊടുക്കണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുക മാത്രമാണ്. അല്ലാണ്ട് ഞാൻ പറയും ഒരിക്കലും ഞാൻ പഠിപ്പിക്കുന്ന ആളല്ല, അങ്ങനെയല്ല. എനിക്ക് എന്താണോ എൻ്റെ ജീവിതത്തിലൂടെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ ചെയ്തെടുത്തത് അത് പകർന്നു കൊടുക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഞാൻ ആക്ട് ലാബ് എന്നുള്ള എൻ്റെ ആക്ടിങ് സ്കൂളിനെ മാറ്റി തീർക്കുന്നത്. ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ന്യൂജൻ എന്ന് നമ്മൾ വിളിപ്പേരിട്ട് വിളിക്കുന്ന സിനിമകൾ ധാരാളം ഇറങ്ങുന്നു. അതിൽ നിന്നും തന്മയത്വമാർന്ന അഭിനയ ശൈലിക്ക് ഉടമയായ ഒട്ടനവധി നടീനടന്മാർ ഇപ്പോൾ വരുന്നുണ്ട്. ഒരുപാട് പ്രഗത്ഭരായിട്ട് അഭിനയത്തിൽ മെയിൻ സ്ട്രീമിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പം സജീവൻ എന്ന വ്യക്തി ഇവിടെ ഒരു മോൾഡ് ചെയ്തെടുക്കപ്പെടുന്നത് മെതേഡ് ആക്ടിങ്ങിൻ്റെ ഒരു വകഭേദം. പല നാടകം പല രീതിയിൽ റിയലിസ്റ്റിക് ഡ്രാമ പല വകഭേദങ്ങളുണ്ട്. എങ്കിൽ നമ്മൾ അമിത അഭിനയമില്ലാതെ തന്നെയുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുന്ന മെത്തേഡ് ആക്ടിങ് എന്ന കൺസെപ്റ്റിൽ അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആവുന്നുണ്ട്? തീർച്ചയായിട്ടും അതിന് തന്നെയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പല നടീനടന്മാരും വരുമ്പോൾ ഇവിടെ എൻ്റെ മുന്നിലേക്ക് ആദ്യമായി വരുന്ന നടീനടന്മാർ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അമിതാഭിനയമാണ്. ഈവൻ നാടകത്തിൽ പോലും അഭിനയിച്ചിട്ടില്ലാത്ത ആളുകൾ പോലും എന്തുണ്ട്, നാടകത്തിൻ്റെ ശൈലി അവരുടെ അഭിനയത്തിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അഭിനയം എന്ന് പറയുമ്പോൾ എന്തോ ശരീരത്തിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സാധനമാണെന്ന് മൈൻഡിൽ നമ്മൾ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് വളരെ അമിതമായിട്ടുള്ള ചേഷ്ടകളൊക്കെ കാണിച്ചുകൊണ്ടുള്ള അഭിനയ രീതിയാണ് ആദ്യമായിട്ട് എൻ്റെ മുന്നിൽ കിട്ടുന്ന മിക്കവാറും 100% ആക്ടേഴ്സിന് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിൽ നിന്നും മാറിയിട്ട് എന്താണോ യാഥാർത്ഥ്യം, ജീവിതത്തിന്റെ യാഥാർത്ഥ്യമുണ്ട്, ആ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എങ്ങനെ കൊണ്ടെത്തിക്കണം എന്നുള്ള ഒരു രീതിയാണ് ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതിന് എൻ്റെ ബേസിക് ആയിട്ടുള്ള പാഠപുസ്തകമായിട്ട് നിൽക്കുന്നത് സ്റ്റാനിസ്ലാവ്സ്കി തന്നെയാണ്. സ്റ്റാനിസ്ലാവ്സ്കിയുടെ മെത്തേഡ് ആക്ടിങ് എൻ്റെ സിസ്റ്റമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ നിലനിർത്തുന്നത്. പക്ഷേ അതിൽ ടെക്നീക്സ് പല എക്സസൈസുകളും ഞാൻ എൻ്റെ കണ്ടെത്തലുകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന പല എക്സസൈസുകളും ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങളിൽ നിന്നും
കൂട്ടിച്ചേർത്ത് എടുത്തുകൊണ്ടിട്ടുള്ള പല എക്സസൈസുകളുണ്ട്. അങ്ങനെ ഒരു റിയൽ ലൈഫ് എങ്ങനെയാണ് റീക്രിയേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ അറിയുന്ന ഒരു നടനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഒട്ടും അമിതാഭിനയം ഇല്ലാതെ ഇപ്പോൾ വരുന്ന സിനിമകളിലൊക്കെ തന്നെ കൂടുതൽ അതിനുള്ള സാധ്യതകളുണ്ട്. വളരെ നാച്ചുറൽ ആയിട്ട് ബിഹേവ് ചെയ്യേണ്ട ഒരു സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറേ കൂടി പലരും പറയും എന്താണ് അഭിനയം, എന്താ പഠിക്കാനുള്ളത്, ബിഹേവ് ചെയ്താൽ പോരെ എന്നൊക്കെ പറയും. പക്ഷേ ആ ബിഹേവ് ചെയ്യലാണ് ഏറ്റവും വലിയ പണി എന്ന് തിരിച്ചറിയുന്നത് ഒന്ന് ബിഹേവ് ചെയ്ത് നോക്കുമ്പോഴാണ് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അത് ഏറ്റവും റിസ്കി ആയിട്ടുള്ളൊരു പണിയാണ്. അത്രയും നാച്ചുറലായിട്ട് ഒരാൾക്ക് പെരുമാറാൻ പറ്റുക എന്നുള്ളത്, അതിലേക്ക് ബോഡി മൈൻഡിനെ ഫ്രീ ആക്കി വിടുക എന്നുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ആക്ടിങ് ലബോറട്ടറിയുടെ തിരക്കുകളുണ്ട്, അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ അഭിനയത്തിലേക്കും പോയത്. അപ്പോൾ ഇനിയും ഈ ഒരു ഗാനം ഇപ്പോൾ വൈറലായി എല്ലാ പ്രേക്ഷകരിലേക്ക് എത്തി, ഇനി അടുത്തൊരു ചിത്രത്തിൽ ക്ഷണം കിട്ടിയാൽ അഭിനയ രംഗത്തേക്ക് മാറുമോ? പൂർണ്ണമായിട്ടല്ല എങ്കിൽ പോലും. തീർച്ചയായിട്ടും ഞാൻ എന്നെ സ്വയം കാണുന്നത് എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുള്ളൊരു വ്യക്തിയായിട്ട് തന്നെയാണ്. കാരണം ഞാൻ ഒട്ടനവധി നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒറ്റയ്ക്ക് ഒരുപാട് പെർഫോമൻസുകൾ ചെയ്തിട്ടുണ്ട്, സോളോ പെർഫോമൻസുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീഡിയം എന്നുള്ള നാടകമാണോ സിനിമയാണോ, അതിൻ്റെ രണ്ടിൻ്റെയും മീഡിയത്തിൻ്റെ വ്യത്യാസത്തെ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. എന്താണ് ഈ രണ്ട് മീഡിയങ്ങൾ തമ്മിലുള്ള വ്യത്യാസമെന്ന്. അപ്പോൾ നാടകത്തിൽ ഞാൻ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരിക്കലും ജീവിതത്തിൽ വിട്ട് കളയരുതെന്ന് എപ്പോഴും ശ്വാസം പോലെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. നാടകം രണ്ടിന്റെ അന്തരങ്ങൾ സിനിമയും നാടകവും തമ്മിൽ. അതെ, എന്നാൽ സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയത്തിലേക്ക് ഇനിയും നല്ല നല്ല വേഷങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന്, തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന വേഷങ്ങൾ, അല്ലെങ്കിൽ അത് ഞാൻ ചെയ്താൽ നല്ലതാണ് എന്ന് തോന്നുന്ന വേഷങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. എൻ്റെ സന്തോഷമാണ്, എൻ്റെ പണിയാണ്, ഇന്ന് ചെയ്യും. എല്ലാവിധ ഭാവങ്ങളും സജീവ് നമ്പ്യത്തെന്ന ട്രെയിനിങ് ടീച്ചർ അതുപോലെ തന്നെ എന്താ പറയുക അഭിനയകല ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു. അതിലുപരി മെക്സിക്കൻ അപാരത്തിലെ ഗാനരംഗത്തിലൂടെ വീണ്ടും പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, നാടകങ്ങളിലൂടെയായാലും സിനിമകളിലൂടെയായാലും. ഇത്രയും സമയം നമ്മുടെ പ്രേക്ഷകരുമായിട്ട് സംസാരിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഞങ്ങളുടെ ചാനൽ പ്രേക്ഷകരോട് എന്താണ് കൂടുതലായിട്ട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഒന്ന്, മെക്സിക്കൻ അപാരത വരാൻ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അത്. അപ്പോൾ ഒരു മെക്സിക്കൻ അപാരത തീർച്ചയായിട്ടും എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ പറയുന്നത് പോലെ കട്ടക്കാത്തിരിപ്പാണ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇത്രയും ആദ്യം ഇറങ്ങിയ ഗാനം, രണ്ടാമതിറങ്ങിയ ആ ഗാനം എല്ലാം തന്നെ വൈറലായി കഴിഞ്ഞു. ഒരുപാട് ആളുകൾ അത് പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കാത്തിരിപ്പ് ആ സിനിമയ്ക്ക് ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു. അതുപോലെ തന്നെ അതിൽ ടൊവിനോ എന്ന് പറയുന്ന ഇപ്പോൾ ഏറ്റവും ഇതായിട്ട് വരുന്ന നടൻ ആണ് മെയിൻ പ്രധാന കഥാപാത്രത്തെ ചെയ്യുന്നത്. രൂപേഷ് എന്ന് പറയുന്ന ഡയറക്ടർ അഭിനയിക്കുന്നു. അനൂപ് കണ്ണൻ്റെ പ്രൊഡക്ഷൻ, അതുപോലെ ഒരു യുവ സംവിധായകൻ ടോമി മട്ടിയുടെ വരവ്, ഇതൊക്കെ തന്നെ അതിനൊരു പുതുമ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുവരെയും. അപ്പോൾ അതിന് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. എല്ലാവരെയും പോലെ ഞാനും കാത്തിരിക്കുകയാണ് ആ സിനിമ വരാനായിട്ട്. അപ്പോൾ ആ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. എന്തായാലും നമ്മളെ നിരാശപ്പെടുത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും ആ സിനിമ കാണുക. നമസ്തേ.